السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ നമ്മളെ ഈ സ്ഥാപനയിൽ അൽഹംദുലില്ലാഹ് മുദരിസായി വന്ന നമ്മളെ എല്ലാമായ ബഹുമാനപ്പെട്ട പുളിക്കൂർ ഉസ്താദ് അടക്കമുള്ള വേദിയിലുള്ള എല്ലാ ഉസ്താദന്മാർ, അതുപോലെ നാട്ടു നേതാക്കന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, പിഞ്ചോമന മക്കൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു ഖബൂൽ ചെയ്യുകയും മരണസമയത്ത് ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് ഭീന്മായ രൂപത്തിലുള്ള വാളും ഉറുദി എല്ലാം നിങ്ങൾ കേട്ടാറ്. ഇനി ഒരു ഉറുദി ചൊല്ലുക ഞാൻ ഉദ്ദേശിക്കില്ല. അൽഹംദുലില്ലാഹ് ഞങ്ങളെ രായത്തിൽ ഞങ്ങൾ പണ്ട് മുതൽ തന്നെ കണ്ടുകൊണ്ടിരുന്ന പല ആൽമാറും മരിച്ചു പോയാറ്. ആ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളെ മമ്മദാക്ക മദനി മൻസിൽ അൽഹംദുലില്ലാഹ് ഞാനിവിടെ ഗൗരവാധ്യക്ഷനായിട്ട് പണ്ട് ഏറ്റെടുത്ത് മുതൽ തന്നെ അയാളെ ഒരു സ്വഭാവം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തൊരു ഒരു കാര്യക്രമം ഞങ്ങൾ ഇവിടെ ആക്കിടെങ്കിലും ഏതൊരു നല്ല വിഷയം ചെല്ലെങ്കിലും അത് അയാൾ യെസ് അല്ലാണ്ട് നോ എന്നുള്ള ഒരു പലക്ക ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു നല്ല ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയായിട്ട് കിട് അള്ളാഹു അയാളെ ബർസഖിയ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. മാഷാ അല്ലാഹ് ബാധ്യതല്ല അയാളുടെ തീർന്നത്. പിന്നെ മരണം അള്ളാഹു കണക്കാക്കിയ സമയത്ത് മരിക്കണോ. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്ന വർഷ മാബൈ അഹ്മാറു ഉമ്മത്തി മാബൈന സിത്തീന വസബഹി. എൻ്റെ സമുദായം കൂടുതൽ ജീവിക്കുന്നത് 60-70 ഇടയിലാണ്. ആ പ്രായമൊക്കെ അയാൾക്ക് എത്തി. അള്ളാഹു അയാളുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ് അയാളെ മകൻ ബാപ്പാക്ക് എന്നൊന്നും ഖബറിൽ ഖിയാമത്ത് നാൾ വരെ നേരം പോക്കാക്കട ഒരു അമൽ, ഒരു പ്രവർത്തനം ഏറ്റെടുത്തത് ഞങ്ങളെ ഇവിടെ പഠിക്കുന്ന മക്കളെ കിതാബിയുടെ കാര്യത്തിൽ അൽഹംദുലില്ലാഹ് അതൊരു വലിയ ഭാഗ്യമായിട്ടിരിക്കും. എല്ലാം ഓരോരോ ഹല്ലല്ലേ. അങ്ങനെ അയാൾ ആ നിയ്യത്ത് പോലെ അള്ളാഹു എത്തുപാട്ടിയതായിരിക്കും. ആ ഏറ്റെടുത്ത കാരണം കൊണ്ട് അള്ളാഹു അയാളെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾ കണ്ടിരുന്ന ഒരുപാട് മുഖങ്ങൾ, ഈ രായത്ത് ഒരുപാട് വ്യക്തികൾ, അങ്ങ് പലരും ഖബറിലുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ബാക്കിൽ നങ്ങും പോകുന്നുണ്ട്. നങ്ങ പോകുമ്പോഴത്തൂ അൽഹംദുലില്ലാഹ് എല്ലാവരും ഞങ്ങളെ സംബന്ധിച്ച് നല്ല ഒരു അഭിപ്രായം ചെല്ലത്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് എല്ലാവരും നല്ല ഒരു ഭാവന ഉള്ള നിലക്ക് ഞങ്ങൾ മരിക്കണം. അതായിട്ട് മനുഷ്യരെ ഏറ്റവും വലിയ ഒരു ഇവിടെ ദുനിയാവിൽ ജീവിക്കരുത്. ജനനം അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല. ജനനം ആർക്കും ജനിക്കുന്ന ടൈമിലോ അവന് നല്ല കിടാവും ചെന്നിട്ട് എന്ത് ഫായിദയില്ല, ആരും ചെല്ലുമില്ല. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഒരു ഗാംഭീര്യമായ ഒരു പലക്കൊന്നും അതിനെ സംബന്ധിച്ചിട്ട് ചെന്നിട്ടില്ല. പക്ഷെ മരിച്ച ടൈമിലോ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു 10 ആള് നല്ല അഭിപ്രായം ചെന്നെങ്കിൽ ആ മയ്യത്ത് സ്വർഗത്തിലുണ്ട്. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു 10 ആളെങ്കിലും നല്ല ഒരു അഭിപ്രായം ചെല്ലുന്ന രൂപത്തിലുള്ള നല്ല നല്ല കാര്യക്രമ, നല്ല നല്ല കാഴ്ച ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെങ്കിൽ അത് ഞങ്ങളെ മരണസമയത്ത് വലിയ ഒരു ഫല കിട്ടും.
ಅದಕ್ಕೆ ತಂಗಮೇ ಆವಣುಂಟೊಂದಿಲ್ಲ, ಆಲಿಮೆ ಆವಣುಂಟೊಂದಿಲ್ಲ, ಉಸ್ತಾದೆ ಆವಣುಂಟಿಲ್ಲ. നീന് നല്ല കാര്യക്രമ എന്തിരെ ആക്കി അത് മരണസമയത്ത് നിന്റെ കണ്ടിട്ട് മുഅ്മിനീങ്ങൾ അതിനെ സംബന്ധിച്ച് ഉണർത്താണ്ടും നിന്നെ സംബന്ധിച്ച് പുകഴ്ത്താണ്ടിരിക്കില്ലേ, അത് നിന്റെ ആഖിറത്ത് കിട്ടിയ വലിയ ഒരു പ്രതിഫലമായിട്ടിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ മമ്മദാക്ക മറിച്ചിട്ട് മമ്മദാക്ക തീരെ ഒരു ബന്ധമില്ലാണ്ട് ഞങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാണ്ട് ദീനിയായ കാര്യത്തോട് വലിയ താല്പര്യം ഇല്ലാണ്ട് ഒരു ഭാഗത്ത് മറിച്ചെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ കൂട്ടത്തിലൊന്ന് പെടുത്തരാ, അയാൾ കിളവ വയസ്സായിട്ട് മരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, മരണം എന്നുള്ളത് അത് വലിയ ഒരു പരിഗണിക്കപ്പെട്ട വിഷയമായിട്ട് കിടി. ജനിക്കുമ്പോഴത്തേക്കു ആർക്കും കൊന്തിക്കില്ലേ അല്ലേ? നിന്റെ ഉമ്മ നിന്റെ പെറുമ്പോഴത്തേക്കു ചില പൗത്രങ്ങൾക്ക് മാത്രമായിട്ട് കൊന്തിന്നത് ഇല്ല, നിരകര കൊന്തിക്കും. നേരെ മറിച്ചു അപ്പറ ഇപ്പറായ തങ്കൊന്ന് കൊന്തിക്കാല്. പക്ഷെ മരണം അങ്ങനല്ല. മരിക്കുമ്പോ ഞങ്ങളെ പരിസരത്ത് ഞങ്ങളെ ഇന്ന മുട്ടത്ത് ഞങ്ങൾ എല്ലാവരും നിന്റെ മരണ കണ്ടിട്ട് നല്ല ഒരു അഭിപ്രായം ചൊല്ലണു. ആ അഭിപ്രായം ചെല്ലണമെങ്കിൽ ജീവിതകാലത്തിൽ നല്ല പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെടണു. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഞാൻ ചെന്നുകൊണ്ടുള്ളത് മുഅ്മിനീങ്ങളെ ബംഗ്ലഗുഡരായത്തങ്ങളോട്ട് പ്രത്യേകമായിട്ട് ചെന്നുകൊണ്ടുള്ളത്, പണ്ട് കാലത്തല്ല സലാത്തൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇത്തരം മുത്താലിമക്കമ അല്ല ഇത്ര ഇഫുദുടെ മക്ക ഒന്നും ഇല്ലാത്ത പല്ലി നൊറോടി റായത്തങ്ങമേ കണ്ടുകൊണ്ടിരുന്ന ഒരു കാല ഇന്ന് അങ്ങ് എല്ലാവരും മറിച്ചിട്ടില്ല. മറിച്ചിട്ടാ ഇല്ലല്ലേ? അങ്ങ് എല്ലാവരും ആളുണ്ട്, ചില ആൾ മറിച്ചില്ല. അപ്പൊ ചില ആള് എന്തുകൊണ്ട് സലാത്തുക്ക് പണ്ടില്ലേ എന്ത് അതിരെ കാരണം ചെന്നിട്ട് ഞങ്ങൾ സ്വന്തം മനസ്സിലാക്കും. അതിരെ കാരണം വലിയ ഒരു കാരണം എന്തിനു കൊണ്ടുണ്ട പള്ളിയിലൊട്ട അറസല്ല, സ്ഥാപനത്തൊട്ട അറസല്ല, സാധാ തങ്ങളൊട്ട അറസല്ല. ഒന്നേ ഞങ്ങളെ കൽബില് ഇഷ്കില്ല. ആരെ ഇഷ്ക്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് ഇന്നെങ്കിൽ പിന്നെ അവിടെ ഒരു തടസ്സമില്ല. മലണ്ടില്ല, ചലിണ്ടില്ല, അല്ല മണ്ണിട്ടില്ല, കാത്തിട്ടില്ല, എന്തുമില്ല. ഇഷ്കുണ്ടെങ്കിൽ എവിടെ സലാത്തുണ്ട് അവിടേക്ക് മനുഷ്യത്വം. അത് പ്രകൃതിയായിട്ട് ആ ഇഷ്ക് കൊറോടിയായ കാരണമായി ചെന്നിട്ട് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഇഷ്ക് കൊറോടിയായെങ്കിൽ സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട നാളെ മഹ്ശറയിൽ ഞങ്ങൾ എങ്ങനെ അവിടെ അഭ്യർത്ഥനാക്കടേ, ഞങ്ങൾ എങ്ങനെ ആ നബിയെ വിളിക്കരുത് ഓർക്കലും സാധ്യമല്ല. ഇഷ്കി ചെന്നെങ്കിൽ നിങ്ങൾ ഉദാഹരണത്തിന് മനസ്സിലാക്കണം. മഹാനായ സയ്യിദുനാ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഷേഖ് തങ്ങള് ഔത്തര എതിർന്നു നിന്നിട്ട് സ്വന്തം പക്കത്തിലുള്ള ഭൂമിയിലുള്ള മണ്ണെടുത്ത് ഇങ്ങനെ ചുംബിച്ചോണ്ടിരുത്ത് മുത്തിയോണ്ടിരുത്ത്. അപ്പൊ അനുയായിങ്ങ കേട്ടാറ്, അല്ല റിഫായി ഷേഖ് തങ്ങളെ ഇങ്ങ എന്തിരേക്കായിട്ട് ഈ മണ്ണിടെ ഇങ്ങനെ മുത്തിയോണ്ടുള്ളത്? ഈ മണ്ണിടെ എന്തിരേക്ക് ഇങ്ങനെ മുത്തിയോണ്ടുള്ളത്? സുബ്ഹാനല്ലാഹ്. റിഫായി ഷേഖ് തങ്ങൾ ചെന്ന മറുപടി എന്തിരെ കൊണ്ടുണ്ടാ? ഏ അനുയായികളെ, നക്ക് നിങ്ങ പിരാന്തുണ്ട് വിചാരിക്കണ്ട. നാണ് മാനസിക രോഗിയണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. നാ ഈ മണ്ണിടെ മുത്രേന്ദ്രക്ക് ഒന്നുണ്ടാ. ഈ മണ്ണ് ദൈക്കിട പക്ക ഉണ്ടല്ലേ, ഭൂമി ഉണ്ടല്ലേ, ഈ ഭൂമിയുടെ തൊട്ടടുത്തിട്ട് പിന്നൊരാളെ പക്ക, അവന്റെ ഭൂമിയുടെ തൊട്ടടുത്തിട്ട് പിന്നൊരാളെ പക്ക, അവന്റെ ഭൂമിയുടെ തൊട്ടടുത്തിട്ട് പിന്നൊരു വാല പക്ക. അങ്ങനെ ഈ ഭൂമി പോയി എത്തരുത് എവിടേക്ക് കൊണ്ടുണ്ടാ? ഇലൽ മദീന. മദീനത്തുകായിട്ട് കിടി ഭൂമി എത്തിയോണ്ടുള്ളത്. ആ മദീനത്തിൽ ആറുകൊണ്ടുള്ള ഉള്ളത് നന്റെ നേതാഹു ഹബീബായ റസൂലുള്ളാഹ് നബി തങ്ങ കിടന്നത് ആ മദീനത്തെ ഭൂമിയിലായിട്ട് കിടി. ആ മദീനത്തെ ഭൂമിയുടെ മണ്ണ് നബി തങ്ങളെ ശരീരവുമായി പറ്റി പിടിച്ചിട്ടുണ്ടോ? ആ മണ്ണിടെ കാൽ വലിയ ബഹുമാന ലോകത്തിൽ ഒന്നുമില്ല. പക്ഷെ ആ മദീനത്ത് എത്തുകുന്നക്കാവില്ല. ആ ഇഷ്ക് കൊണ്ടിട്ടായിട്ട് കിടി ഞാൻ ഈ മണ്ണിടെ ഇങ്ങനെ ചുംബിച്ചോണ്ടുള്ളത്, നാണ് ചെന്നോണ്ടുള്ളത്.
നിന്റെ റായത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് മജ്ലിസ് നടക്കിടി, സ്വലാത്ത് നടക്കിടി. മോനെ നീ എങ്ങനെ ഔത്തുൽ ദൈക്കോ നിക്ക് മനസ്സ് അനുവദിക്കിടി, നിന്റെ മനസ്സ് എങ്ങനെ കേക്കിടി. നേരെ മറിച്ചു ഏതെങ്കിലും ഒരു പരീക്ഷണം അല്ല തന്നെങ്കിൽ അല്ല ഞങ്ങളെ കാക്കട്ടെ. ബംഗളകുട്ട റായത്തിൽ നിന്ന് എല്ലാരെയും അല്ല കാക്കട്ടെ. മുഅ്മിനീങ്ങളെ ആ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോ ഞങ്ങ തേടാത്ത മജ്ലിസില്ല, ഞങ്ങ പോകാത്ത മജ്ലിസില്ല, ഞങ്ങ നേർച്ച വെക്കാത്ത മജ്ലിസില്ല. എത്ര ആൽമാറിലുണ്ടില്ലേ സുബ്ഹാനല്ലാഹ്, എത്ര വ്യക്തികളില്ല. ഒരു മജ്ലിസല്ല 100 കണക്കിൽ മജ്ലിസിൽ പോയിട്ട് തെച്ചോണ്ടുള്ളാറ് പരിഹാരത്തുക്ക് വേണമായിട്ട്, സലാമത്തുക്ക് വേണമായിട്ട്, രോഗശമനത്തുക്ക് വേണമായിട്ട്. അല്ലാ ഇന്നലെ നണ്ട മുട്ട ഒരു മനുഷ്യ വന്നിട്ട് വല്ലാത്ത പുൽപ്പിട്ടോണ്ടുണ്ടു. സുബ്ഹാനല്ലാഹ്, കാണുക വലിയ ഭംഗിയുണ്ടു, കാണുക നല്ല ചന്ത ഉണ്ടു. വിഷയം എന്തിരികൊണ്ടുണ്ടാ തങ്ങളെ നക്ക് നെമ്മതിയില്ല, നന്റെ ഔത്തുലു നെമ്മതിയില്ല. കാരണം എന്തേ നന്റെ പെഞ്ഞായിക്ക് ഉഷാറില്ല. നന്റെ പെഞ്ഞായി സുബ്ഹാനല്ലാഹ് നടുതുമ്പലാണ്ട് ചെന്നിട്ട് നാണ് ഡാക്ടറെ മുട്ട പോയപ്പോ ആ നടുനൊമ്പല പരീക്ഷനാക്കിട്ടാകുമ്പോ റിപ്പോർട്ട് വന്നത് ക്യാൻസർ ആയിട്ട് കിടി. നക്കുള്ളത് 2 മക്കളായിട്ട് കിടി. ഒരു കിടാവ് ചെറുപ്പത്തിലെ നന്റെ കിടാവു കണ്ണു കാണില്ല. പിന്നെ കിടാവ് സുബ്ഹാനല്ലാഹ് നടക്കുകയില്ല. നക്കി ജീവിത വേണ, നക്കി ഒരവസ്ഥ വേണ. തങ്ങളെ നാ പോകാത്ത മജ്ലിസില്ല, നാണ് പോകാത്ത തങ്ങന്മാരില്ല, നാണ് കാണാത്ത ഔലിയാക്കന്മാരില്ല. മുഅ്മിനീങ്ങളെ നാ നിങ്ങളൊട്ട് ചെന്നോണ്ടുള്ളത് നക്കെന്തു ഇല്ല, നാൻ ആരോഗ്യമുള്ള നണ്ടൗത്തിൽ എന്തു കൊറോടില്ല, നക്കെന്തിലും വേറെ എന്തു പ്രോബ്ലം ഇല്ലാണ്ട് വിചാരിക്കണ്ട. ഞങ്ങളെ പോലോത്ത വ്യക്തികളെ ഒരു വാരം മുന്നല്ലോ അതാ മദനി നഗർ ഉള്ളാളത്ത് വെച്ചിട്ട് നാണ് അസ്സാമിയുടെ വിഷയല്ല ചെല്ലത്, അല്ല പാകിസ്ഥാന്റെ വിഷയല്ല ചെല്ലത്. സുബ്ഹാനല്ലാഹ്, ചില്ലര കിലോമീറ്റർ ദൂരത്തിൽ അല്ലാ നന്റെ പെങ്ങളെ പോലോത്ത ഒരു പെണ്ണ്, നന്റെ അനുജനെ പോലോത്ത ഒരു വ്യക്തി ജാവ് കിടക്കുമ്പോ ഞങ്ങളെ പോലെ കിടന്നു ഉറങ്ങിയങ്ങായിട്ട് കിട്. ഒരു ചിന്തയും ഇല്ല, ആരോഗ്യത്തിന് ഒരു പ്രോബ്ലം ഇല്ല, മൈഷത്തുക്ക് ഒരു പ്രോബ്ലം ഇല്ല. സുബ്ഹാനല്ലാഹ്, പ്രഭാത സമയത്താകുമ്പോ ആ 4 പേര് മണ്ണിടടിയിലല്ലേ. മുഅ്മിനീങ്ങളെ നക്കും നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടോ? നിക്കെങ്ങനെ ധൈര്യത്തില് ചെല്ല നണ്ടവ ഇടിഞ്ഞു പൂലാലെ. നണ്ട ഉത്തരമുട്ട മറയില്ല, നണ്ട ഉത്തരമുട്ട ഒന്നുമില്ല. മോനെ നിന്റെ ഔത്തുലുള്ള ഒരു കറണ്ട് ഇല്ല. ആ കറണ്ട് ചെറിയ നിലക്കൊന്നു ഷോക്കടിച്ചെങ്കിൽ നിന്റെ ജീമെടുക്കോകൂ, നിന്റെ മക്കളെ ജീമെടുക്കോക. അത് മയ്യല്ലേ. അതുകൊണ്ട് ഞാൻ ചെന്നോണ്ടുള്ളത് പാലക്കാരെ എന്റെ യുവാക്കളെ, ഈ റായത്ത മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളത് ഒരു ധൈര്യം മാത്രമായിട്ട് കിട്. ഹബീബായ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സലാത്ത് നിരന്തരമായി ചെമ്മ സലാത്ത് ചൊല്ലണോ. പാലക്കാരെ എന്നാ നിങ്ങളോട്ട് ചൊല്ലത് കൊറോടില് ഒരു 300 സലാത്തെങ്കിലും. 300 സലാത്ത് ചെല്ലുമ്പോൾ ആരും പേടിക്കണ്ട. ചെമ്മ കെട്ടെന്തു വേണ്ടിയില്ല. അതെന്തിന് സലാത്ത്? നല്ല സലാത്ത് നന്ദിക്ക് ചെന്തണ്ട്. ഏത്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില മനുഷ്യന്മാർ വിചാരിച്ചത് അത് ചെറിയ സലാത്ത്, ചെറിയതൊന്നുമല്ല, അത് വലിയ സലാത്ത്. മഹാനായ ഷാഫി ഇമാം തങ്ങൾ ചെന്ന സലാത്ത്, വലിയ വലിയ ആലിമീങ്ങൾ പഠിപ്പാട്ടിയ സലാത്ത്, അത് മയ്യാവും. അതെങ്കിലും ഒരു 300 ചെന്നിട്ട് കിടക്കുള്ള ഒരു അവസരം കണ്ടെത്തുള്ളൂ. നീ ആലോചനക്ക്, നിന്റെ മൊബൈൽ സുബൈൽ പിന്നെ യൂസ് ആക്കിയിട്ട് നിന്റെ 24 ഗണ്ടയിൽ ആ മൊബൈലിന് വേണ്ടമായിട്ട് നീ എത്ര ചെലവാക്കിയില്ലേ? നോക്കൂ. അതിലൊരു കാഗണ്ട എടുത്ത് വെച്ച മയ്യ ഒരു 300 സലാത്ത് ചൊല്ലും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകണം. ഇങ്ങനൊക്കെ ചെന്നിട്ട് നിന്നെങ്കിൽ
അള്ളാഹു വലിയ പരീക്ഷണത്തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തു. ഞങ്ങൾക്ക് അള്ളാഹു കാവല് നൽകും, അള്ളാഹു ഞങ്ങൾക്ക് സലാമത്ത് നൽകും. അതുകൊണ്ട് ഞാൻ ചെന്നുകൊണ്ടുള്ളത് ഇൻഷാ അള്ളാഹ് സലാത്തിര നാളില് ബംഗ്ലഗുഡ പരിസരത്ത് നിന്ന് എല്ലാ മോമിനീങ്ങളും പ്രായത്തങ്ങ എല്ലാവരും ആ മജ്ലിസിൽ വന്ന് കൂടണു. ഇത് നിങ്ങളെ ഒരു വിഷയത്തില് നിങ്ങളെ വിജയത്ത് കയറ്റിക്കടി ഇങ്ങനെയുള്ള ഒരു മജ്ലിസെല്ലാം ആക്കിക്കൊണ്ടുള്ളത്. അതൊരു നിസാരമായിട്ട് ആരും കാണുക തീരാ. അള്ളാഹു എല്ലാം കബൂല് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളൊക്കെ സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും നിഅമത്തും അള്ളാഹു ചൊരിച്ചു തരുമാറാകട്ടെ.